കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ പ്രതിഷേധവുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അജണ്ടയിൽ ഇല്ലാത്ത വിഷയത്തിൽ തീരുമാനമെടുത്തുവെന്നാണ് ആരോപണം. സിൻഡിക്കേറ്റ് റൂമിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ഏതാണ് അജണ്ടയിലില്ലാത്ത ഏത് വിഷയത്തിലാണ് തീരുമാനമെടുത്ത്? എങ്ങനെയാണ് പ്രതിഷേധം ഇപ്പോൾ പുരോഗമിക്കുന്നത്? സിജു, നിലവിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ അജണ്ടയ്ക്ക് പുറത്തുനിന്നായി, അതായത് കേരള സർവകലാശാലയിലെ കാര്യവട്ടം ക്യാമ്പസിലെ HRAയുടെ ഡയറക്ടറായി ജോസുകുട്ടി എന്ന് പറയുന്ന വ്യക്തിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അജണ്ടയിൽ ഇല്ലാത്ത കാര്യമായി ജോസുകുട്ടിയെ ഈ സ്ഥാനത്ത് നിന്നും മാറ്റി വിജയലക്ഷ്മി എന്ന അധ്യാപികയ്ക്ക് പകരം ചുമതല നൽകുന്ന ഒരു നിർദ്ദേശം അത് UDFന്റെ അംഗങ്ങൾ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചു. VC അത് ഒരു തരത്തിലുള്ള എതിർപ്പും പ്രകടിപ്പിക്കാതെ അംഗീകരിക്കുകയും ചെയ്തു. ഇതിലാണ് വലിയ തോതിലുള്ള ഒരു വിമർശനം, പ്രതിഷേധം ഒക്കെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തിയത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതിഷേധം വകവയ്ക്കാതെ തീരുമാനവുമായി VCയും മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഇതിലുള്ള പ്രതിഷേധമായിട്ടാണ് യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് യോഗം നടക്കുന്ന മുറിക്ക് പുറത്തായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധിച്ചത്. യോഗം കഴിഞ്ഞ് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി VCയും മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളും പോയതിനു ശേഷം ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ വിഷയത്തിലുള്ള പ്രതിഷേധം VCയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടും തുടർ നടപടി സ്വീകരിക്കാതെ തീരുമാനം റദ്ദാക്കാത്തതിലുള്ള പ്രതിഷേധം അത് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന്. കേരള സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതിഷേധം. അജണ്ടയിലില്ലാത്ത കാര്യങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കിയതിലായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതിഷേധം.